6 മാസമായിട്ട് എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഇനി ഞാനും എൻ്റെ മകളും രോഗികളാണ്, രണ്ടും അത്. ഞങ്ങൾക്ക് കിടപ്പാടം പോലും ഇല്ലാത്തവരാണ്. കോളനിയിലാണ് കിടക്കുന്നത്. ഏത് നിമിഷവും അത് ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് വേറെ എടുത്താൽ വേറെ ആരുമില്ല. ഈ മകളെ രോഗിയായിട്ട് അവിടെ പോയി വല്ലതും കൊണ്ടുവന്നാൽ എനിക്ക് ഒരു പണി ചെയ്യാൻ എനിക്ക് നിവൃത്തിയില്ല. ഞാൻ വീട്ടിൽ ഇരിപ്പാണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം. പെൻഷനുള്ളതാണ്, 6 മാസമായിട്ട് കിട്ടിയിട്ടില്ല. എല്ലാ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും, അതായത് വിധവാ പെൻഷൻ, ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ, അഗതികൾക്കുള്ള പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, ഇതെല്ലാം 6 മാസമായിട്ട് ബ്ലോക്കാണ്, കിട്ടിയിട്ടില്ല. ഇവർക്കൊക്കെ ഒരു മരുന്ന് മേടിക്കാൻ പോലും നിവൃത്തിയില്ലാത്തവരാ. എനിക്കൊരു ആമക്കൾ വേറെ എടുത്ത് തരാൻ നമുക്ക് ആളില്ല. ഭർത്താവില്ലാത്തവളാരും എൻ്റെ മകളും. അല്ല, വീട് വെക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. സ്ഥലമില്ല അല്ലേ? ഇല്ല. കോളനിയിലാണ് താമസിക്കുന്നത്. ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്തു. പക്ഷേ പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് മേടിച്ചില്ല. അവിടുന്ന് 2 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി നമുക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് മേടിച്ചിട്ടില്ല. അടുത്ത് കൊടുത്തിട്ടില്ല അല്ലേ? ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് തൊഴിലുറപ്പിന്റെ പൈസ പോലും കിട്ടുന്നില്ല സാറേ. തൊഴിലുറപ്പിന്റെ പൈസ കിട്ടിയിട്ട് 5 മാസമായി. 5 മാസത്തിൽ കൂടുതലായി ഞങ്ങൾക്ക് പൈസ കിട്ടാതെയായിട്ട്. ഈ വിധ പെൻഷനും കിട്ടുന്നില്ല. തൊഴിലുറപ്പിന്റെ പൈസ ഇല്ല. ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യം സംസാരിച്ച അമ്മയ്ക്കും മകൾക്കും വീട് വെച്ചു കൊടുക്കാൻ കോട്ടയം ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് CCB ജോൺ 3 സെന്റ് സ്ഥലം പനച്ചിക്കാട് പഞ്ചായത്തിൽ കൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കും. സിബി എടാ, ഫ്രീ ആയിട്ട് 3 സെന്റ് സ്ഥലം തരാമെന്ന് പറയുന്നുണ്ട്. അമ്മേൻ്റെ പ്രിയപ്പെട്ട ശ്രീമതി ലക്ഷ്മി രാധ സിബി ജോണിനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അഭിനന്ദിക്കുന്നു. എടാ വാ ഇവിടെ വന്നിരിക്കും. ബാ സിബി ഇവിടെ. ഇതാണ് ആള്. പനച്ചിക്കാട് പഞ്ചായത്തിൽ 3 സെന്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 സെന്റ് സ്ഥലം തന്നു കഴിയുമ്പോൾ അതിൻ്റെ വീട് വയ്ക്കാനുള്ള കാര്യം ഞങ്ങളെല്ലാം കൂടി ചെയ്തു. എടാ ധൈര്യമായിട്ട് പോയി. എടാ ഇതാണ് ആള്. എന്നല്ല ആള്. വെരി ഗുഡ് ശരി. താങ്ക് യു.